സാഹിത്യം ഇടാൻ നിൽക്കുന്നില്ല. ഇത് ഹരിത കേരളമാണല്ലോ, അതുകൊണ്ട് പച്ചയ്ക്ക് കാര്യം പറയാം. ശബരിമലയിൽ അയ്യപ്പ ഭക്തരോട് അധികാരികൾ കാണിക്കുന്നത് കൊടും ക്രൂരതയാണ്. ഒന്നുകിൽ അത് പക്ക പ്രാപ്തിയില്ലായ്മ, അല്ലെങ്കിൽ പാതക ബുദ്ധിയോടുകൂടിയുള്ള പകപോക്കൽ. രണ്ടായാലും ഈ പോക്കരിത്തരത്തിന് അറുതി വരുത്തണം. അതിന് പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളുമൊക്കെ നീതിബോധത്തോടെയും സാമൂഹ്യ ബുദ്ധിയോടെയും സത്യനിഷ്ഠയോടെയും ആദർശശുദ്ധിയോടെയും പ്രവർത്തിക്കണം. പൗരചിന്ത, സഹജീവി സ്നേഹം, മാനവിക ഭാവം എന്നിവയൊക്കെ ആകാവുന്നത്ര പുറത്തെടുത്തുകൊണ്ട് പൊതുസമൂഹം പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. ശബരിമല ഇതിലും വലിയ തിരക്കുകൾ കണ്ട കാലമുണ്ട്. സർക്കാരുകളുടെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധയും അല്ലെങ്കിൽ ദ്വിമാര കാലമാടന്റെ ആ പ്രത്യേകതരം കരുതലും ഒന്നും പമ്പ കടക്കാതിരുന്ന ആ കാലത്ത് കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നിരുന്നു. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി നരകസമാനമായിട്ടുള്ള നിലയിലായി, അല്ലെങ്കിൽ അങ്ങനെ ആക്കി. മുൻ DGP ആയിട്ടുള്ള ശ്രീ സെൻകുമാറിന്റെ അഭിപ്രായങ്ങൾ മനോരമയിൽ വായിച്ചു. അദ്ദേഹത്തെ പോലുള്ളവരുടെ വാക്കുകൾ പ്രാവർത്തികമാക്കിയാൽ അധികാരികളുടെ പ്രാപ്തിയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞേക്കും. എന്നാൽ ശബരിമലയെ തകർക്കാനുറച്ച് വളരെ ബോധപൂർവം ഒരുമാതിരി പകപോക്ക് സമ്പ്രദായത്തിൽ നടപ്പിലാക്കുന്ന കുഴപ്പങ്ങളാണ് ഇതൊക്കെയെങ്കിൽ സാക്ഷാൽ അയ്യപ്പൻ പോലും നിസ്സഹായനായി പോകും. 41 നാൾ വ്രതമെടുത്ത് പതിവായി മലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനുമായി ഇപ്പോൾ ഞാൻ കുറച്ച് മുൻപ് സംസാരിച്ചിരുന്നു. ഇത്തവണത്തെ ദർശനം കഴിഞ്ഞ് അദ്ദേഹം മലയിറങ്ങി വന്നതേയുള്ളൂ. അതുകൊണ്ട് അയ്യപ്പ ഭക്തർ അനുഭവിക്കുന്ന യാതനകൾ ചൂടാറാതെ അറിയാൻ കഴിഞ്ഞു. തകരപ്പാട്ട കൊണ്ട് ആകാശം മറച്ച വിശ്രമ മുറികളിൽ കുത്തിനിറയ്ക്കപ്പെടുന്ന സ്വാമിമാർ സൂര്യതാപത്തിൽ വെന്താണ് പുറത്തു വരുന്നതെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഈ പോങ്ങന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഈ പോങ്ങന് പകരം ഈദി അമീനായിരുന്നു സ്വാമിമാരുടെ ആ ദുര്യോഗ വിശേഷം കേൾക്കുന്നതെങ്കിൽ കണ്ണിലായിരുന്നില്ല, ആ നരരാക്ഷസന്റെ വായിലായിരുന്നു വെള്ളമൂറുക. അത്രയ്ക്കും പുഴുങ്ങി വെന്തുവെടിഞ്ഞ ശരീരവുമായാണ് സ്വാമിമാർ വിശ്രമശിക്ഷ കഴിഞ്ഞ് വെളിപ്പെടുന്നത്. ഈ നരഭോജികളുടെയൊക്കെ വായിൽ കൊതിവെള്ളം കെട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഈ സുടുപ്പണം പറ്റിക്കൊണ്ട് വല്ല മാംസഭോജനശാലയ്ക്കും വേണ്ടി കുഴിമന്തി അടുപ്പ് നിർമ്മിക്കുന്നവരെ കൊണ്ടാവണം സ്വാമിമാർക്കുള്ള വിശ്രമ മുറികൾ പണി കഴിപ്പിച്ചിരിക്കുക. എന്തായാലും വിശ്രമം പോലും ഒരു കൊടിയ ശിക്ഷയായി മാറ്റുന്ന വിശ്രമ ജയിൽവാസവും അനുഭവിച്ചാണ് പല സ്വാമിമാരും മലയിറങ്ങി മാലയൂരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്തെന്ന് പിടികിട്ടും. വേണ്ട പ്രാധാന്യത്തോടെയും അർഹിക്കുന്ന ഗൗരവത്തോടെയും മറ്റും മാധ്യമങ്ങൾ ശബരിമലയിലെ പ്രശ്നങ്ങൾ സമൂഹ മധ്യത്തിൽ എത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോങ്ങന് സംശയമുണ്ട്. കേട്ടിടത്തോളം അനുഭവിച്ചവർ പറയുന്നതൊന്നുമല്ല മാധ്യമങ്ങൾ അവതരിപ്പിച്ച് കേൾക്കുന്നത്. ഈ കമ്മികളുടെ സാമൂഹ്യ മാധ്യമ പേജുകൾ പച്ചക്കള്ളങ്ങൾ നിർനാണം പ്രചരിപ്പിക്കുന്നുണ്ട്. സുഗമ ദർശനം സിദ്ധിച്ച് അന്തം വിട്ടുവെന്ന മട്ടിൽ ചില കമ്മി സ്വാമികൾ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ പോലെ പിണങ്ങാണ്ടിക്ക് ശരണം വിളിക്കുന്ന കാഴ്ച വരെ അവരുടെ ആ പേജുകളിൽ കാണാം. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. സ്വന്തം അടിമക്കണ്ണന്മാർക്ക് ബുദ്ധിയില്ലായ്മ ഉള്ളതുകൊണ്ട് അവരെ പറ്റിക്കാമെന്നല്ലാതെ പൊതുസമൂഹത്തെ ഒന്നാകെ കബളിപ്പിക്കാൻ ഈ നാടകം മതിയാകുമോ? ഈ UKG സെന്ററിൽ നിന്ന് വിതരണം ചെയ്യുന്ന ജയരാജൻ ഗുളിക വിഴുങ്ങിയതിന്റെ പാർശ്വഫലമെന്നോണം അടിമക്കണ്ണരായിട്ടുള്ള അന്തംകമ്മികൾ അയ്യപ്പസ്വാമിമാരെ പാഠം പഠിപ്പിക്കാൻ ഈ ഫേസ്ബുക്കിൽ ധാരാളമായി സാഹിത്യ ശോധനയും നടത്തുന്നുണ്ട്. പോങ്ങൻ അതും കാണുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞ് ചുമ്മാ പോങ്ങൻ നിങ്ങളുടെ നേരം കളയുന്നില്ല. പിടിപ്പുകെട്ട പിണുങ്ങാണ്ടിപ്പടയിലെ ആ അടിമ സേവകർ അവരുടെ യജമാനു വേണ്ടിയല്ലാതെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയാണോ കുരയ്ക്കേണ്ടത്? അല്ലേ? നല്ല ശേലായി. എന്തായാലും പൊതുസമൂഹം പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹം വിശേഷിച്ചും ഒരു കാര്യം ഓർക്കണം. ഖജനാവിലേക്ക് വലിയ നിലയിൽ ധനം സംഭാവന ചെയ്യുന്ന ഹൈന്ദവ ദൈവങ്ങളിൽ മുൻപനാണ് അയ്യപ്പൻ. കള്ളും ലോട്ടറിയും ഹൈന്ദവ ദൈവങ്ങളും, അല്ലെങ്കിൽ കുടിയന്മാരും ഭാഗ്യാന്വേഷികളും ഭക്തരുമാണ് മഹത്തായിട്ടുള്ള കേരളീയ സർക്കാരിന്റെ നടത്തിപ്പിനും അധികാരികളുടെ തട്ടിപ്പിനും വേണ്ട വക ഖജനാവിലേക്ക് എത്തിക്കുന്നത്. കുടിയന്മാരെയും ഭാഗ്യാന്വേഷികളെയും തൽക്കാലം മാറ്റിവെക്കാം. ഭക്തരുടെ കാര്യം നോക്കിയാൽ എത്രത്തോളം അനീതിക്കാണ് അവർ ഇരപ്പെടുന്നതെന്ന് കാണാൻ കഴിയും. ഭക്തിയോടെ കാണിക്കയായി ഭണ്ഡാരത്തിലിടുന്ന പണമെടുത്ത് നാണമില്ലാതെ നക്കുന്ന നരനായകൾ ധനദാനികളായിട്ടുള്ള ആ ഭക്തർക്ക് നൽകുന്നത് എന്താണ്? അവഗണനയും അപമാനവും നിന്ദയും പരിഹാസവും. അതുമാത്രം. സത്യത്തിൽ അധികാരികൾ ആ ഭക്തരുടെ പാദം കഴുകിയ വെള്ളം തീർത്ഥമായി സേവിക്കുകയാണ് വേണ്ടത്. അതുപോലും അർഹമായിട്ടുള്ള നന്ദി പ്രകടനമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. നന്ദിയില്ലായ്മയും നിറയേടും കമ്മികളുടെ സഹജതയാണല്ലോ, അതുകൊണ്ട് നമുക്ക് അത് വിടാം. എന്നാൽ 5 കാശിന്റെ ഗുണം ഖജനാവിലേക്ക് സംഭാവന ചെയ്യാത്ത തീവ്ര മതേതരരും കൊടും സമാധാനപ്രേമികളും ഘോര മാനവികവാദികളുമായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ വിശ്വാസ ആവശ്യങ്ങൾ പോലും എത്ര വിധേയത്വത്തോടെയാണ് ഈ അധികാരികൾ നടത്തിക്കൊടുക്കുന്നത്. അധികാരികളായി വിലസുന്ന കമ്മിച്ചാത്തന്മാരുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ആ തീവ്ര സമാധാനാസക്തർക്ക് മുന്നിൽ ഉദ്ധരിക്കുന്നത് ഈ നാട്ടിൽ ആരും തന്നെ കാണാറില്ല. എന്നാലോ
അവരുടെ കാൽവിരലുകൾ ഉറിഞ്ചി കുടിച്ച് വിനീത വിധേയരായി അവർക്ക് മുന്നിൽ നാണമില്ലാതെ കിടക്കുന്നത് നാട്ടുകാർ നല്ലോണം കാണുന്നുമുണ്ട്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒട്ടും സംഘടിത ബുദ്ധിയില്ലാത്തവരും ഒട്ടും തന്നെ മതമൗലികവാദം ഉള്ളിൽ പേറാത്തവരുമായിട്ടുള്ള നാട്ടുകാർ. പക്ഷേ ആ അസംഘടിത ബുദ്ധരെ പോലും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നിലയിലാണ് അധികാരികളുടെ പ്രീണന ബുദ്ധി പ്രവർത്തിക്കുന്നത്. ഹൈന്ദവരുടെ പണമെടുത്ത് അവരുടെ വിശ്വാസങ്ങളെ അരിഞ്ഞു വീഴ്ത്താൻ ആയുധം പണിയിപ്പിക്കുന്ന നിന്റെയൊക്കെ നെറികേടിന് പകരം ചോദിക്കാൻ ഇറങ്ങുന്നത് ചന്ദ്രികയിൽ കുളിച്ച് കുളിർന്ന് തഴയ്ക്കുന്ന ഹരിത കേരളത്തിലെ ഉണ്ണികളായ ഉണ്ണാക്കന്മാരാവില്ല. ഉറപ്പായും അത് ന്യായവും നീതിയും നേരും നെറിയും നന്മയും അതൊക്കെ നാടാകെ പുലരണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച സാക്ഷാൽ പ്രകൃതി തന്നെയാവും. പ്രകൃതിയുടെ ആ കരുനീക്കത്തിന് അധികം വൈകലുണ്ടാവില്ല. നന്ദിയോടെ സ്മരിക്കേണ്ട കൂട്ടരെ നിന്നയോടെ സമീപിക്കുന്ന ദ്വിമാറ മരമന്ന തസ്കരോത്തമ ഒന്നോർത്തോ. ഗുളിക വിഴുങ്ങികളായ നിന്റെ ഭൂതഗണങ്ങൾക്ക് പോലും രക്ഷിക്കാൻ കഴിയില്ല നിന്നെ. കാണിക്കവഞ്ചിയിൽ കൈയിട്ടു നക്കിക്കൊണ്ട് കാണിക്കയിടുന്നവനെ വഞ്ചിക്കുന്ന നിന്റെ കുടിലതയ്ക്ക് കാലനോടോ ആവില്ല ആദ്യം നീ കണക്ക് പറയേണ്ടി വരിക. ഭയന്നും വിറച്ചും വിരണ്ടും അലറിയും സംസ്ഥാപരാധം പലവട്ടം ഉരുവിട്ടും മാത്രമേ ഇഹലോകവാസത്തിൽ നിന്ന് പ്രകൃതി നിന്നെ മടക്കിയെടുക്കുകയുള്ളൂ. കട്ടായം. മരമന്ന ആഡംബര വാഹനത്തിലിട്ട് തന്നെ ഇപ്പോൾ തെക്കോട്ട് കെട്ടിയിടുകയാണല്ലോ. ചക്രങ്ങളുള്ള സർക്കാർ വക ഇരുമ്പു പെട്ടിയിൽ അറവുമാടുകളെ പോലെ കുത്തി നിറയ്ക്കപ്പെട്ട സ്വാമിമാരെ താൻ കണ്ടിരുന്നോ? അച്ഛനെ കാണാതെ അലറിക്കരയുന്ന ഒരു കുഞ്ഞിന്റെ ഭയം നിറഞ്ഞ നിലവിളി തന്റെ ശ്രദ്ധയിലെത്തിയോ? അവന്റെ കുഞ്ഞു കൂപ്പുകൈ താൻ കണ്ടിരുന്നോ? നാട്ടുകാരുടെ ചിലവിൽ ലോകം ചുറ്റുമ്പോൾ താൻ വാത്സല്യത്തോടെ ഒപ്പം കൂട്ടിയിരുന്ന തന്റെ പേരക്കുട്ടിയില്ലേ, അതിലും ചെറിയ കുട്ടിയാണ്. തൻ്റെ ഒന്നും കണ്ണിലത് പതിയില്ല. നാട് കൊള്ളയടിച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും കുഞ്ഞുമക്കൾക്കും വരാനിരിക്കുന്ന അവരുടെ പല 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 തലമുറകൾക്കും വേണ്ടത് കട്ടുകൂട്ടുകയാണല്ലോ ഇപ്പോൾ നിങ്ങളല്ല. അച്ഛനെ കാണാതെ നിലവിളിക്കുന്ന കുട്ടിയുടെ ആ അച്ഛനിട്ട ഭണ്ണാരപ്പണം പോലും ഉളുപ്പില്ലാതെ എടുത്ത് നിങ്ങളെല്ലാം കൂടി നക്കും. ഒന്ന് പറയാം, നിങ്ങൾ ആര് കണ്ടില്ലെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിൽ അയ്യന്റെ കണ്ണിൽ പതിഞ്ഞിട്ടുണ്ടാവും. സാക്ഷാൽ അയ്യന്റെ കണ്ണിൽ. അയ്യന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരുവനായിട്ടുള്ള ഈ പോങ്ങനെ പോലുള്ളവരുടെ കണ്ണുനീരിലും അവന്റെ കൂപ്പുകൈ തിളങ്ങുന്നുണ്ട്. ആ കുഞ്ഞു കൂപ്പുകൈ. ജയരാജ ഗുളിക വിഴുകുന്ന പിണുങ്ങാണ്ടി പടയാളികൾക്ക് അച്ഛനെ കാണാതായ കുഞ്ഞിന്റെ ദുഃഖം ഒരുപക്ഷെ പിടികിട്ടണമെന്നില്ല. അതിൽ ഞാൻ അവരെ കുറ്റം പറയുകയുമില്ല. കാരണം അവരെ സംബന്ധിച്ച് ആരാണ് പിതാവ്? സ്വന്തം പിറവിക്ക് കാരണമാകുന്ന നിലയിൽ തന്റെ തള്ളയെ പ്രാപിച്ചവനാരോ അവൻ. സ്വന്തം പിറവിക്ക് കാരണമാകുന്ന നിലയിൽ തന്റെ തള്ളയെ പ്രാപിച്ചവനാരോ അവനാണ് അവർക്ക് അച്ഛൻ. പിതൃപദവിയെക്കുറിച്ച് അത്തരം അനിശ്ചിതത്വം പേറുന്നവർക്ക് എന്തച്ഛൻ എന്തയ്യൻ? പോങ്ങൻ തറപ്പിച്ചു പറയുന്നു, ഏതൊരു അവസാനത്തിനും ഒരു ആരംഭമുണ്ട്. അവസാനത്തിന്റെ ആരംഭം. അങ്ങനെയുള്ള ഒരു ആരംഭത്തിനാണ്, ആ അവസാനത്തിന്റെ ആരംഭത്തിനാണ് ഈ മണ്ഡലകാലം തുടക്കമിട്ടത്. കണ്ണുനീരോടെ മലയിറങ്ങി മാലയൂരിയ സ്വാമിമാരുടെ സങ്കടത്തിന് നിന്റെയൊക്കെ പ്രീണന ബുദ്ധിയുടെ ആണിക്കല്ലിളക്കാനുള്ള കരുത്തുണ്ട്. ഹൈന്ദവതയ്ക്കെതിരെ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെയും അവരുടെ ദൈവത്തിന്റെയും ഒക്കെ നെഞ്ചിൽ നീയൊക്കെ അർപ്പിച്ച പുരോഗമന പൊങ്കാലയുണ്ടല്ലോ, അത് നല്ലോണം തിളച്ച് തൂവുന്നുണ്ട്, അല്ലെങ്കിൽ തൂവും. നിന്റെയൊക്കെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അന്തരീക്ഷത്തിൽ ആവിയായി അലിഞ്ഞങ്ങ് പോകും. തിരിച്ച് ഒരു പെയ്ത്തില്ല. പിന്നെ അങ്ങനെ ഓർക്കണ്ട. 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരിക. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം ഈ മഹാരാജ്യത്തെ അടക്കി ഭരിക്കാമെന്ന ആ മതഭ്രാന്തൻ ഗഫൂറിന്റെ ശതമാനം വെച്ചുള്ള കണക്കുണ്ടല്ലോ, അത് കുറുകിക്കൊള്ളാത്ത നിലയും വരും. ഞാനുണ്ടായാലും ഈ പോങ്ങൻ ഉണ്ടായാലും ഇല്ലെങ്കിലും കേരളം അങ്ങനെ ഒരു കാലത്തെ തീർച്ചയായും കാണാതെ പോകില്ല. ഒന്നുകൂടി പറയാം, നന്ദിയോടെ നോക്കേണ്ടവരെ ആരും നിന്നയോടെ കാണരുത്. അയ്യപ്പ ഭക്തർ അവഹേളിക്കപ്പെടേണ്ടവരോ അവഗണിക്കപ്പെടേണ്ടവരോ അല്ല. ഇനിയും അങ്ങനെ ചെയ്താൽ പണി പുലിപ്പാലിൽ കിട്ടും. ഈ പറയുന്നതൊരു അന്ധവിശ്വാസിയല്ല, ഒരു സംഘിയുമല്ല. വരവും അനുഗ്രഹവും നേട്ടവും ലാഭവും വിജയവും സമ്പത്തും വളർച്ചയും ഒന്നും തേടാതെ സകല മതസ്ഥരുടെയും ഈശ്വര ദൈവ സങ്കല്പങ്ങളെ ആത്മസ്നേഹിതരെ പോലെ കണ്ടു മനസ്സിലാക്കുന്ന ഒരു നാസ്തികനാണ് പറയുന്നത്. അല്ലെങ്കിൽ തലയ്ക്ക് വെളിവെട്ടിച്ച് പോങ്ങനായി പോയതിന്റെ പേരിൽ VRS എടുത്ത് പിരിഞ്ഞ ഒരു സഖാവാണ് പറയുന്നത്. നന്ദിയോടെ നോക്കേണ്ടവനെ നിന്നയോടെ കണ്ടാൽ പണി പുലിപ്പാലിൽ തന്നെ കിട്ടും. അയ്യനാണേ അച്ചട്ട്.
അയ്യനാണ് അച്ചട്ട്. Hey, listen up, I've tried to tell you this 100 times. Not getting better by lying there, pretending to cry. You on repeat, you can